കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രതിരോധത്തിലാക്കാൻ CJP രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും. തുടർ സമരങ്ങൾ തീരുമാനിക്കാൻ CJP ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇന്നും ചേരും. പ്രതിഷേധം പിൻവലിച്ചപ്പോൾ നൽകിയ ഉറപ്പുകൾ കേന്ദ്ര സർക്കാർ പാലിക്കുന്നില്ല എന്നാണ് ആരോപണം. സ്കൂൾ ടീക്ക് കരോ ക്യാമ്പയിനും CJP ശക്തമാക്കുന്നുണ്ട്. നോബിൾ മാരിക്കാരൻ ചേരുകയാണ് നമുക്കൊപ്പം. നോബിൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ CJP കോക്രോച്ച് ജനതാ പാർട്ടി ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. ദില്ലി ജന്തർ മന്ദറിലെ വിജയമായ സമരം, കേന്ദ്രമന്ത്രിയുടെ രാജി, പക്ഷെ അന്ന് നൽകിയ ഉറപ്പുകൾ കേന്ദ്ര സർക്കാർ പാലിക്കാൻ തയ്യാറായില്ല. ഒരു വേട്ടയാടൽ CJPയുടെ നേതാക്കൾക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. അവരെ ചതിച്ചു, വാക്ക് പാലിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാജ്യവ്യാപക പ്രക്ഷോഭത്തിനാണ് CJP തയ്യാറെടുക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകും? ഷിയാസ്, വെരി ഗുഡ് മോർണിംഗ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിർണായക യോഗമാണ് ഇന്നിപ്പോൾ ചേരാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ജന്തർ മന്ദറിലെ സമരം അവസാനിപ്പിക്കുമ്പോൾ നിരവധി വാഗ്ദാനങ്ങൾ കേന്ദ്ര സർക്കാർ CJPക്ക് മുന്നിൽ വെച്ചിരുന്നു. ഈ വാഗ്ദാനങ്ങളിൽ പലതും പാലിക്കപ്പെടാത്ത സാഹചര്യം ഇപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് FIR റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം വിദ്യാർത്ഥികളുടെ രക്ഷകർത്താവ്, അതായത് നീറ്റുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾക്ക്, രക്ഷകർത്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അത്തരത്തിൽ പല കാര്യങ്ങളിലും ഉറപ്പുകൾ പാലിക്കപ്പെടാത്ത സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഈ CJP കഴിഞ്ഞ ദിവസം ആരംഭിച്ച സ്കൂൾ ടീക്ക് കരോ ക്യാമ്പയിന്റെ ഭാഗമായി രാജസ്ഥാനിൽ വെച്ച് അശുതോഷ് റാങ്കെ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ BJPയുടെ വലിയ ആക്രമണങ്ങളുണ്ട്. പലയിടത്തും രാജ്യത്ത് സമാനമായി തന്നെ BJP നേതാക്കൾ ഇത്തരത്തിൽ CJPയുടെ പ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയത്തിൽ അടക്കം കടുത്ത അതിർത്തിയിലാണ് അഭിജിത്ത് അടക്കമുള്ള ആളുകൾ ഉള്ളത്. എന്നാണെങ്കിലും ഈ വിഷയമൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധം അടക്കം ആഹ്വാനം ചെയ്യാനാണ് CJP ഒരുങ്ങുന്നത്. ജന്തർ മന്ദറിലേക്ക് വീണ്ടും പ്രതിഷേധമായി എത്തും എന്നൊക്കെ വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ പറഞ്ഞ ആക്രമണത്തിന് അന്നത്തെ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിലെ പോലീസ് ആക്രമണത്തിൽ കണ്ണിന് കാഴ്ച പ്രശ്നങ്ങളുണ്ടായ, പ്രത്യേകിച്ച് പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി രാഹുൽ ഗാന്ധി ഹോസ്പിറ്റലിലെത്തുകയും പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ വലിയ തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും പിന്നാലെ FIR ഇടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ നീക്കത്തിൽ CJPക്ക് ഒരു അതിർത്തി അടക്കം, പ്രത്യേകിച്ച് അവർ ഏറ്റെടുത്ത പ്രതിഷേധത്തിന്റെ ഭാഗമായാണെന്ന് പെല്ലറ്റ് ആക്രമണം അടക്കം ഉണ്ടായത്. പക്ഷേ അതിൽ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്യുന്ന ഒരു ആക്ഷേപമൊക്കെ അവർക്കിടയിലുണ്ട്. അതാണെങ്കിലും ഈ വിഷയമൊക്കെ കൃത്യമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ CJP അവരുടെ ഭാവി പരിപാടികൾ പ്രഖ്യാപിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാജ്യവ്യാപകമായി തന്നെ കൂടുതൽ പ്രതിഷേധങ്ങൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സ്കൂൾ ടീക്ക് കരോ ക്യാമ്പയിന്റെ ഭാഗമായി CJP നേതാക്കൾക്കെതിരെ അതിക്രമങ്ങളിൽ കേസെടുക്കാത്ത സാഹചര്യം ഉണ്ട്. അതിൽ അതിക്രമം നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്ത സാഹചര്യമുണ്ട്. ഈ വിഷയമൊക്കെ എന്താണെങ്കിലും ചർച്ച ചെയ്തുകൊണ്ട് രാജ്യവ്യാപക പ്രതിഷേധത്തിലായിരിക്കും CJP എന്താണെങ്കിലും ഒരുങ്ങുന്നത്. പ്രതിഷേധ രീതി അടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്തരത്തിൽ CJP കൂടുതൽ പ്രതിഷേധമായി വരികയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇനിയിപ്പോൾ പ്രതിഷേധത്തിന് വിജയം എന്നടക്കമുള്ള കാര്യങ്ങളും ഏറെ നിർണായകമാണ്. കാരണം നേരത്തെ ജന്തർ മന്ദറിലെ പ്രതിഷേധം വലിയ ഒരു വിജയമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനിയിപ്പോൾ അതേ ശക്തി CJPക്ക് ഇനിയും തുടരാൻ കഴിയുമോ, അതേ തരത്തിൽ പ്രതിഷേധം തുടരാൻ കഴിയുമെന്ന ചോദ്യമൊക്കെ ഒരു വശത്ത് ഉയരുകയും ചെയ്യുന്നത്. അതായത് CJP അവരുടെ അടുത്ത ഭാവി പരിപാടികൾ ആലോചിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ആഹ്വാനം ചെയ്യുന്നത്. സ്കൂളുകളും ഒപ്പം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിഷേധ രംഗത്തേക്ക് കൂടുതൽ സജീവമാകാൻ തന്നെയാണ് CJP ഒരുങ്ങുകയും ചെയ്യുന്നത്. ശരി നോബിൾ, അപ്പോൾ CJPയുടെ ആ നിർണായകമായ തീരുമാനങ്ങൾ അതെന്തായിരിക്കുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.